റൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് PSC അപ്ഡേറ്റുകൾ നോക്കാറുണ്ട് കേട്ടോ. PSC സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളായാലും പുതിയ നോട്ടിഫിക്കേഷൻ ആയിരിക്കും, കൺഫർമേഷൻ ഡേറ്റുകളായിരിക്കും, എക്സാം ഡേറ്റുകളായിരിക്കും, അങ്ങനെ എന്ത് കാര്യങ്ങളുടെ ന്യൂസുകൾ PSC സംബന്ധമായിട്ടുള്ളത് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. LP UP മിഷൻ 2026-27ൻ്റെയും 10th പ്രിലിംസ്, LGS, കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, HSI സോഷ്യൽ സയൻസ്, ഇതിൻ്റെയൊക്കെ വിവിധ ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെയൊക്കെ എക്സാം അടക്കാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സെക്രട്ടേറിയറ്റ്, OAL, ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങി നല്ല ഗ്ലാമറസ് പോസ്റ്റുകളൊക്കെ ആയിട്ട് 10th പ്രിലിംസ് വരികയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും 10th പ്രിലിംസ് നടക്കുക. അപ്പോൾ 10th പ്രിലിംസിൻ്റെ സിലബസിനെ മുഴുവൻ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 2023, 2024 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം 10th പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്ത് അയയ്ക്കുക. അഥവാ നിങ്ങൾ LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ LGSൻ്റെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുകൂടാതെ തന്നെ 28 മോഡൽ എക്സാം, LGSന് വേണ്ടി 28 മോഡൽ എക്സാം, OMR ഷീറ്റ് പ്രാക്ടീസ് എന്നിവയെല്ലാം ലഭ്യമാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിലെ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം LGS എന്ന് മെൻഷൻ ചെയ്യുക. അടുത്ത് നമുക്ക് ഏത് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയക്കാൻ മറക്കരുത്. അതുപോലെ LP UP NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്കും 40 മോഡൽ എക്സാമും മുൻവർഷ ചോദ്യങ്ങളുടെ സെറ്റും ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മോഡൽ കണ്ട് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് 10th പ്രിലിംസ്, LGS, LP UP, അതുപോലെ തന്നെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് എന്നിവയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ, ഡ്രൈവർ, ലബോറട്ടറി ടെക്നീഷ്യൻ ഉൾപ്പെടെ 34 PSC വിജ്ഞാപനം ഉടൻ. 34 പ്രധാനപ്പെട്ട PSC വിജ്ഞാപനങ്ങൾ വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ. വിജ്ഞാപനം നവംബർ 30 ഗസറ്റിൽ. അപ്പോൾ നവംബർ 30 ഗസറ്റിലായിരിക്കും വിജ്ഞാപനം വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോലീസ് വകുപ്പിൽ കോൺസ്റ്റബിൾ, ഡ്രൈവർ വുമൺ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തുടങ്ങി 34 തസ്തികകളിലേക്ക് PSC ഉടൻ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നേരിട്ട നിയമനത്തിനോടൊപ്പം പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, സംവരണ സമുദായങ്ങൾക്ക് NCA വിജ്ഞാപനങ്ങളുണ്ട്. നവംബർ 30 ഗസറ്റിലായിരിക്കും വിജ്ഞാപനം. കൂടുതൽ വിവരങ്ങൾ ഡിസംബർ 2 പുറത്തിറങ്ങുന്ന തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിക്കും. ഇനി ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന ഫലം നോക്കാം. ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ, കേരള വാട്ടർ അതോറിറ്റി യോഗ്യത ജീവനക്കാരിൽ നിന്ന് മാത്രം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നീഷ്യൻ, സൂപ്രണ്ട്, ജനറൽ സൊസൈറ്റിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാർക്കറ്റിംഗ് മാനേജർ, അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാല ഫെഡറേഷൻ ലിമിറ്റഡിൽ കേരഫെഡിൽ ഫയർമാൻ, ജനറൽ സൊസൈറ്റി കാറ്റഗറി നമ്പർ പിന്നീട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ്, കേരള ലേബർ വെൽഫെയർ ബോർഡിൻ്റെ അസിസ്റ്റന്റ് മാനേജർ, സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, സൊസൈറ്റി, ലോക്കൽ അതോറിറ്റികളിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്നിവയൊക്കെയാണ്. ഇനി ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിംഗ് വകുപ്പിൽ ലൈമാൻ. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 പട്ടികവർഗ്ഗമാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ വകുപ്പുകൾക്ക് പട്ടികവർഗ്ഗക്കാർക്കാണിത്. NCA റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫിക്കേഷൻ, കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അറബിക് പട്ടികജാതി പട്ടികവർഗ്ഗം, കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ മാത്തമാറ്റിക്സ് പട്ടികവർഗ്ഗമാണ്. എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി, NCU നാടാർ SC പട്ടികജാതി, കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ, പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്,
മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ കമ്പൗണ്ടർ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഫീൽഡ് ഓഫീസർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റൻറ്റ് എന്നിവയ്ക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി NCA റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ കോഴിക്കോട് ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, കൊല്ലം ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ സിവിംഗ് ടീച്ചർ ഹൈസ്കൂൾ പട്ടികജാതി, തൃശ്ശൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ മലപ്പുറം ജില്ലയിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊവിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ, ജില്ല NCA സൈനിക ക്ഷേമ വകുപ്പിൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അതുപോലെ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസത്തിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, മലപ്പുറം ജില്ലാ കാർഷിക വികസന കോർപ്പറേഷൻ വകുപ്പിൽ ട്രാക്ടർ കം ഡ്രൈവർ പട്ടികജാതി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട് വരുന്നിട്ടുള്ള 34 പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ. അത് ജനറൽ റിക്രൂട്ട്മെൻറ്റും ജില്ലാതലവും ഒക്കെ ഉൾപ്പെടെയാണ് ഇത്രയും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നവംബർ 30 വരുന്ന വിജ്ഞാപനത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ. ധാരാളം ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റുകൾ ഇതിനകത്ത് NCA വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റുകളുടെ BEd കഴിഞ്ഞവരൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ഒരു ന്യൂസ് നോക്കാം. LD ലിസ്റ്റ് ചുരുക്കി, അവസരം നഷ്ടമാക്കരുത്. 2023 PSC വിജ്ഞാപനം പുറപ്പെടുവിച്ച LD വിവിധം വകുപ്പുകളിലേക്ക് കാറ്റഗറി നമ്പർ 503/2023 തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ. പരീക്ഷ പൂർത്തിയാക്കി തുടർന്ന് ഓരോ ഘട്ടത്തിലും മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ തന്നെ സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും PSC ഇന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് 2021 നവംബറിൽ LD മുഖ്യ പരീക്ഷ നടത്തിയപ്പോൾ 2022 മെയ്യിൽ ഷോർട്ട് ലിസ്റ്റും ഓഗസ്റ്റ് 14 ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റും വന്നിരുന്നു. മുൻ ലിസ്റ്റുകളിൽ നടന്ന നിയമനങ്ങൾക്ക് അനുപാതികമായി അടുത്ത ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തുന്ന രീതിയാണ് PSC സമീപകാലത്ത് പിന്തുടരുന്നത്. 2018 LD റാങ്ക് ലിസ്റ്റ് നിയമനത്തിൽ നിന്ന് അനുപാതികമായുള്ള എണ്ണം ഉദ്യോഗാർത്ഥികളെയാണ് 2022 LDCയിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉൾപ്പെടുത്തിയത്. നിലവിലുള്ള LDC വിവിധ 207/2019 റാങ്ക് ലിസ്റ്റ് കാലാവധി 2025 ജൂൺ 31 അവസാനിക്കുക എന്നത് നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനത്തിൻ്റെ തോത് കണക്കാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. 3 വർഷ കാലാവധി ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ലിസ്റ്റിൽ കാലാവധി അവസാനിക്കുന്ന തൊട്ടു മുൻപുള്ള അവസാന മാസങ്ങളിലായി നിയമനം ഇനിയും ഉയർന്നേക്കും. ഈ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ തന്നെ നിയമനങ്ങൾ എണ്ണം മാത്രം പരിഗണിച്ച് ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് കാറ്റഗറി നമ്പർ 503/2023 ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റ് വളരെ ശുഷ്കമായി പോവുകയാണ്. സാധ്യത ലിസ്റ്റ് LDC പരീക്ഷ എഴുതി നിയമനം കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ നിരാശയിലാകും. കാരണം ലിസ്റ്റ് ചുരുക്കി വന്നിട്ടുണ്ട്. ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് തന്നെ എല്ലാ തവണത്തെ പോലെ ആനുപാതികമായിട്ട് 2019 ആനുപാതികമായിട്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാകണം എന്നാണ് PSCയിലെ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ. ഇനി PSC പ്രൊഫൈൽ സ്വയം തിരുത്താം. വിവരങ്ങൾ ഏതെല്ലാം? PSCയുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും. ഏതൊക്കെ വിവരങ്ങളാണ് തിരുത്താൻ സാധിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. PSC പ്രൊഫൈൽ ഏതെല്ലാം വിവരങ്ങൾ സ്വയം തിരുത്താം ഉദ്യോഗാർത്ഥികൾക്ക് അനുവാദമുള്ളത്? സ്ഥിരവിലാസം സ്വന്തമായി തിരുത്താൻ കഴിയുമോ? പ്രൊഫൈൽ നൽകിയ പേര്, ജനനതീയതി, ഫോട്ടോ, ഒപ്പ് എന്നിവ ഒഴികെയുള്ള വിവരങ്ങളാണ് സ്വയം തിരുത്താൻ കഴിയുക. വിലാസവും സ്വന്തമായി തിരുത്താം. സമുദായം, യോഗ്യത തുടങ്ങിയവയും ബന്ധപ്പെട്ട തിരുത്തലുകൾ സ്വയം ചെയ്യാം. ഇതിനും PSC ഓഫീസ് നേരിട്ട് പോകേണ്ട. ഒറ്റത്തവണ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച എല്ലാവർക്കും അല്ലാത്തവർക്കും നേരിട്ടുള്ള തിരുത്തൽ സാധ്യമാണ്. വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ സ്വയം തിരുത്തിയ തിരുത്തലുകൾ അടുത്ത സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ കാണിക്കണം. പ്രൊഫൈൽ ഉണ്ടെങ്കിലും ഇതുപോലെ തസ്തികയിൽ പോലും അപേക്ഷ നൽകാത്തവർക്ക് ഇപ്പോൾ വേണമെങ്കിലും തിരുത്താൻ വരുത്താം. അപേക്ഷ നൽകിയ ശേഷമാണ് സ്വയം തിരുത്തലുകൾ. ടീം സർട്ടിഫിക്കറ്റും 2 തരത്തിൽ പ്രൊഫൈൽ ഏത് വിവരം നൽകണം. പ്രൊഫൈൽ വിദ്യാഭ്യാസ യോഗ്യത ചേർക്കുമ്പോൾ പരീക്ഷ ജയിച്ച മാസവും വർഷവും ചേർക്കണമല്ലോ. എന്നാൽ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പരീക്ഷ നടന്ന മാസം വർഷവും മാണുള്ളത്. ഈ വിവരം ഞാൻ എങ്ങനെ രേഖപ്പെടുത്തണം? അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഇനീഷ്യൽ എൻ്റെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലോ ജനന സർട്ടിഫിക്കറ്റിലോ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വെരിഫിക്കേഷൻ ഇനീഷ്യൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഇനീഷ്യൽ പ്രൊഫൈലിന് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ വിവരങ്ങൾ മാത്രം പ്രൊഫൈലിൽ അപേക്ഷയിൽ രേഖപ്പെടുത്തിയാൽ മതി. അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഇനിഷ്യൽ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ PSCയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സമയത്ത് അവർ നൽകുന്ന മാതൃകയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച് നൽകുക. പ്രൊഫൈൽ തിരുത്താൻ വരുത്തണമെങ്കിൽ അടുത്തുള്ള PSC ഓഫീസിൽ നേരിട്ടെത്തി അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി വിലാസത്തിൽ തെറ്റ് പ്രശ്നമാകുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിന്നും +2 ജയിച്ച എൻ്റെ സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേരിൽ ഇനിഷ്യൽ ചേർത്തിരിക്കുന്നത് തെറ്റുണ്ട്. വിലാസത്തിനോടൊപ്പം പിൻകോഡ് 0 എന്ന് മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ല. സർട്ടിഫിക്കറ്റ് പരിശോധന PSC ആവശ്യപ്പെടുകയാണെങ്കിൽ നിശ്ചിത മാതൃകയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. ഇനി സ്ഥിരവിലാസം തിരുത്താൻ വരുത്താമോ? എൻ്റെ പ്രൊഫൈൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥിരവിലാസം തിരുത്താൻ ആവശ്യമുണ്ട്. പോസ്റ്റ് ഓഫീസ് മാറുകയാണ് ചെയ്തത്. ബാക്കി
നിയമനത്തിൽ ഇത് പ്രശ്നമാകുമോ? PSC അറിയിപ്പുകൾ കമ്മ്യൂണിക്കേഷൻ വിലാസത്തിലാണോ ലഭിക്കുക? പ്രൊഫൈൽ രേഖപ്പെടുത്തിയ വിലാസം തിരുത്താൻ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ കഴിയും. തടസ്സം നേരിട്ട PSC ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക. PSCയുടെ തപാലിൽ അയക്കുന്ന എല്ലാ അറിയിപ്പുകളും കമ്മ്യൂണിക്കേഷൻ വിലാസത്തിലാണ് അയക്കുക. കൃത്യമായി കമ്മ്യൂണിക്കേഷൻ വിലാസം പ്രൊഫൈൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്ഥിര വിലാസങ്ങൾ തിരുത്താനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തിരുത്താൻ നമുക്ക് തന്നെ സ്വയം PSC പ്രൊഫൈൽ തിരുത്താനായിട്ട് സാധിക്കും. മറ്റുള്ള അനുബന്ധ വിവരങ്ങൾ എന്തെങ്കിലും തിരുത്തി കൊടുക്കണമെങ്കിൽ PSC ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ന്യൂസ് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത് വരുന്നത് ഒരു പത്രക്കുറിപ്പാണ്. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ 701/2023 തസ്തികയുടെ അഭിമുഖം 28/11/2024 തീയതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വ്യക്തിഗത അറിയിപ്പും നൽകുന്നതല്ല. അപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കാറ്റഗറി നമ്പർ 708/2023 ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രൊഫൈൽ പരിശോധിച്ച് നോക്കുക. ഇനി കേറ്ററ്റിന് അപേക്ഷിക്കാം. പരീക്ഷ ജനുവരി 18-നും 19-നും. അവസാന തീയതി നവംബർ 20 കേട്ടോ. അപ്പോൾ കേറ്ററ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഏറ്റവും അവസാന തീയതി എന്ന് പറയുന്നത് 20-ാം തീയതി, നവംബർ 20-ാം തീയതിയാണ്. നവംബർ 20 എന്ന് പറഞ്ഞാൽ നാളെയാണ് കേട്ടോ. ഇനി നിങ്ങൾ ആരെങ്കിലും കേറ്ററ്റ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് നാളെയാണ്. നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ആ ഒരു കാര്യം. ഇനി സ്കൂൾ അധ്യാപക യോഗ്യത നിർണ്ണയത്തിനുള്ള കേറ്ററ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2025 ജനുവരി 18-19 തീയതികളാണ് പരീക്ഷ. നവംബർ 20 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. അന്ന് തന്നെ അപേക്ഷ പകർപ്പും ലഭ്യമാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അപേക്ഷിക്കുക. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്നിവയൊക്കെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി 1-ന് 2025 ജനുവരി 18 ശനിയാഴ്ച രാവിലെയാണ് പരീക്ഷ. കാറ്റഗറി 2-ന് 18-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്കായിരിക്കും പരീക്ഷ. കാറ്റഗറി 3-ക്ക് ജനുവരി 19-ാം തീയതി ഞായറാഴ്ച രാവിലെയും കാറ്റഗറി 4-ന് ജനുവരി 19 ഞായർ ഉച്ച കഴിഞ്ഞുമായിരിക്കും പരീക്ഷ വരുന്നത്. ഇനി ഓൺലൈൻ അപേക്ഷ ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 20 നാളെയാണ്. അപേക്ഷ അടച്ചതിൻ്റെ പകർപ്പെടുക്കുന്ന അവസാന ഡേറ്റും നവംബർ 20 വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി ജനുവരി 8-ാം തീയതിയാണ്. ജനുവരി അവസാനം ആണ് പരീക്ഷ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആരെങ്കിലും ഇനി കേറ്ററ്റിന് അപ്ലൈ ചെയ്യുക, കാറ്റഗറി 2, 1, 3, 4 അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പ് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഓർക്കണം, HSIക്ക് മുമ്പുള്ള അവസാനത്തെ കേറ്ററ്റ് ആയിരിക്കും ഇത്. ഇനി HSI നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു കേറ്ററ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾക്കറിയാം കേറ്ററ്റ് പരീക്ഷ എന്ന് പറയുന്നത് വർഷത്തിൽ 2 ഉള്ളൂ. അതും ഈ 2023 അവസാനം നടക്കേണ്ട പരീക്ഷ 2024 ശരിക്കും ഡിസംബറിൽ നടക്കേണ്ട പരീക്ഷയായിരുന്നു. അത് 2024 കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ 2024 ഓൾറെഡി ഒരു പരീക്ഷ അവിടെ കഴിഞ്ഞു. ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി ഉദ്യോഗാർത്ഥികളുടെ. ഇനി 2024 അവസാനമൊക്കെ ആയിരിക്കും അടുത്ത പരീക്ഷ വരുന്നത്. അപ്പോഴത്തേന് HSIയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കേറ്ററ്റ് കാറ്റഗറി 3 ഇല്ല എങ്കിൽ HSIക്ക് കേറ്ററ്റ് കാറ്റഗറി 3യോ അതിന് ഉയർന്ന ക്വാളിഫിക്കേഷനോ വേണം. ഉയർന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും കേറ്ററ്റ് കാറ്റഗറി 3 എഴുതിയെടുക്കുക. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് HSI പരീക്ഷ എഴുതാൻ സാധിക്കില്ല. HSI പരീക്ഷ പ്രത്യേകത അറിയാലോ, ഈ വർഷത്തെ എന്നല്ല അവസാനത്തെ HSI ആണ്. ഈ HSI പരീക്ഷ ഉണ്ടായിരിക്കില്ല. ലയനമൊക്കെ വരാൻ പോവുകയാണ്. 2030 ലയനം വരുമ്പോൾ ഇനി ഒരു HSI പരീക്ഷ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം പഠിച്ച് കാറ്റഗറി 3 ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ നേടാൻ ശ്രമിക്കുക. കാറ്റഗറി 3 ഉള്ളവർ HSIക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഫിസിക്കൽ സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ HSIകളും ഈ 2025 ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ വിളിക്കുന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. മറക്കണ്ട, അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. LGS 10th പ്രിലിംസ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ LPUP മിഷൻ 2026-27 ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.